അള്ളാന്റെ റസൂൽ ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികൾ പറഞ്ഞു, നാളെ വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു റസൂൽ ഞങ്ങളിലുണ്ട് എന്ന് പാട്ടുപാടി, വരികൾ പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. കല്ല് പോലെ നമ്മൾ ഹൃദയത്തിൽ കൊത്തി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മുടെ അഖീദയാണ്. ഞങ്ങളിൽ ഒരു നബിയുണ്ട്, ആ നബിക്ക് പടച്ചോനാണ്, ലോകം സൃഷ്ടിക്കുന്നവനാണ്, മുദബ്ബിറുൽ ആലമാണെന്നൊന്നും ആ കുട്ടികൾ പറഞ്ഞില്ല. യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളെ വിളിച്ചുകൊണ്ട് ഗുണദോഷിച്ചു, മക്കളെ അത് പറയരുത്. കാരണം അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അദൃശ്യം പറഞ്ഞു തന്നതുകൊണ്ടാ? വഹയിലൂടെ അറിയിച്ചു കൊടുത്തപ്പോഴാണ്. അറിയിപ്പ് കിട്ടാത്ത കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലും മറഞ്ഞ കാര്യങ്ങൾ സാധാരണക്കാരെ പോലെ തന്നെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അത് അവിടുത്തേക്കൊരു പോരായ്മയല്ല. കാരണം എല്ലാ രൂപത്തിലുള്ള മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പൊ ഇവിടെ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയരുത് എന്ന് മാത്രാണ് എന്ന വാദം അസ്ഥാനത്തായി എന്ന് പറയാനാണ് ഞാൻ ആ സംഭവം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇവിടെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഞങ്ങളിൽ ഒരു നബിയുണ്ട്, ആ നബി അള്ളാന്റെ മോനാണ് എന്നാണോ ആ കുട്ടികൾ പറഞ്ഞത്? അല്ല. നമ്മളെ നാട്ടിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബുകളിലും മാലപ്പാട്ടുകളിലുമൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നബിയെ നിങ്ങൾക്കെല്ലാം അറിയാനാണ്. ഇന്നും അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ മനസ്സ് എപ്പോഴും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാണുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ റസൂൽ അന്ന് കേട്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും പറയാ? ഇത് ഗൗരവമാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ അഖീദയുടെ വിഷയമാണ്, നിസ്സാര വിഷയങ്ങളൊന്നും അല്ലത്. അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കണം. അള്ളാഹുവിൻ്റെ റസൂലിന് അവിടുന്ന് അബ്ദാണ് എന്ന് പറയുന്നത് ഒരു കമ്മിയല്ല, ഒരു ന്യൂനതയല്ല, മഹത്വമാണ്. അള്ളാഹു വിശേഷിപ്പിച്ചതാണ്.